മഹീന്ദ്ര ജീപ്പിൽ മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ മലയാളികളെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. ഒക്കെ എനിക്കറിയാലോ. ശങ്കരാചാര്യര് തപസ്സിരുന്ന സർവജ്ഞപീഠം. ഈ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഈ യാത്ര ഇങ്ങോട്ടാണെന്ന്. അതെ, ഈ യാത്ര കുടജാദ്രിയിലേക്ക് തന്നെയാണ്. ഇതാണ് കുടജാദ്രി ശ്രീമൂലസ്ഥാനം. ഇവിടെ നിന്ന് പഞ്ചമുഖി ഗണപതിയെ വണങ്ങി വേണം സർവജ്ഞപീഠം ലക്ഷ്യമാക്കി നടക്കാൻ. ഈ വഴിയിലൂടെയാണ് മുകളിലേക്ക് നടന്നു കയറാനുള്ളത്. മല ഫുള്ളായിട്ട് യുനെസ്കോയുടെ കീഴിലുള്ളതാണെന്നാണ് അവിടുത്തെ ശാന്തി പറഞ്ഞത്. അത് കാരണം ഇവിടെയുള്ള കുറേ സംഭവങ്ങൾ അവരടച്ചു കളഞ്ഞ്. നേരത്തെ ഇവിടെ താമസമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുക്കാനില്ല. അതേപോലെ മേലിൽ ഗുഹയിലേക്ക് പോകാനായിട്ടൊരു വഴി ഉണ്ടായിരുന്നു, അതൊക്കെ അടച്ചളഞ്ഞ്. ശ്വാസം കിട്ടുന്നില്ല ഗൈസ്. ഞാൻ മേളിൽ ചെന്നിട്ട് കാണിച്ചു തരാം ബാക്കി. സൂക്ഷിച്ചടന്നിട്ടെങ്കിൽ ഞാൻ താഴെ പോകും. ഇപ്പുറത്തൊരു ചെറിയ കുഴി പോലെ വെട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടെ അടയ്ക്കണേ സേഫാണ്, അല്ലെങ്കിൽ പണിയാണ്. ഫ്രണ്ടേ അവർ പോകണ്ടേ കാണിച്ചത്. ഇവരെല്ലാവരും നമ്മുടെ ഇവിടെ മറ്റേ ജീപ്പിൻ്റെ അകത്തുണ്ടായിരുന്നവരാ. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പറഞ്ഞു തന്നു. ആ കാണുന്ന മലയില്ലേ, ആ മല കഴിഞ്ഞിട്ടും അതിൻ്റെ അപ്പുറത്ത് പോകണമെന്ന് അറിഞ്ഞു. അത്രയും ദൂരമുണ്ട്. ഞങ്ങളിവിടെ വന്ന രണ്ടുപേര് അവിടെ പോകുന്നുണ്ട്. കാണാൻ പറ്റുമോ അറിയില്ല. വേണ്ട, ഇത് ഞങ്ങളിവിടെ വന്ന ഒരവിടം വരെ എത്തി. എന്നോളം ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന ചെടികൾക്കിടയിലൂടെ വേണം മുന്നോട്ട് യാത്ര ചെയ്യാൻ. അങ്ങനെ നടന്ന് അവസാനം എത്തി. കുറേ നേരത്തെ നടപ്പിന് ശേഷം അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുക. ശ്വാസം പോലും കിട്ടില്ല. വന്ന വഴി ഫുള്ള് പൊടിയായിരുന്നു. എൻ്റെ പോകുന്നു ക്ഷണിച്ച്. സ്ഥലമൊക്കെ കാണാൻ സൂപ്പറാണ്. എന്താ താഴെ പോയ പൊടി പോലും കിട്ടിയത്. ഇതാണ് നമ്മൾ കാണാൻ വന്ന കുടജാദ്രി. ഇത് കാണാൻ വേണ്ടിയുള്ളൊരു പാട്, അതൊരൊന്നൊന്നര പാട് തന്നെയാണ്. ഇവിടെ ഫുള്ള് മലയാളീസാണ്. ഈ ചേട്ടൻ പിന്നെ വികാസം, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്ന. ഈ കാണുന്ന സർവജ്ഞപീഠത്തിന് പിന്നിലായുള്ള വഴിയിലൂടെ താഴത്തേക്ക് ഇറങ്ങി വേണം സൗപർണികയിലെത്തിച്ചേരാൻ. സൗപർണികയിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത സങ്കടത്തോടെ ഞങ്ങൾ വീണ്ടും ശ്രീമൂലസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. വികാസ് കരിവെയിലുണ്ട്. അതായത് ക്യാപ്പും കൊണ്ടുവന്നിട്ട് ക്യാപ്പ് വെക്കാൻ നടക്കണം. ഇത് മുഖമൊക്കെ കഴിയാവുന്ന അറിയില്ല. നല്ല രസമുണ്ട്. വികാസ് അപ്പുറത്ത് വെള്ളം പിന്നൊക്കെ വെള്ളം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഈ ഡ്രിങ്കിങ് വാട്ടറാണ് അല്ല. ഇത് ശ്രീമൂലസ്ഥാനത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു പന്തലാണ്. ഇത് പൂർണ്ണമായും പ്ലാസ്റ്റിക് ഇല്ലാതെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീണ്ടും കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ കുടജാത്രിയിൽ നിന്നിറങ്ങി കൊല്ലൂരിലേക്ക് യാത്രയായി. തനിച്ചായ കുടജാത്രിക്ക് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്.